കേരള നിയമസഭയിൽ ബി.ജെ.പി. എം.എൽ.എമാർക്ക് വിലക്കുണ്ടോ? ശരിക്കും അങ്ങനെ തോന്നിക്കുന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം കേരള നിയമസഭ കൂടിയിരിക്കുന്ന സമയത്ത് ബി.ജെ.പി. എം.എൽ.എമാർ സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകപരമായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ബഹളം വെക്കുക, അല്ലെങ്കിൽ അവരെ സംസാരിക്കാൻ സമ്മതിക്കാതിരിക്കുക. സഭയിലെ ഇത്തരം ബഹളങ്ങളൊക്കെ നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. പക്ഷേ ബി.ജെ.പി. പ്രതിനിധികൾക്ക് അത്തരമൊരു വിലക്കുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? മോളെന്താന്ന് പറയുകയാണെങ്കിൽ ഇവർക്കാകെ അങ്കലാപ്പിലാണ്. ഇവരാദ്യം പറഞ്ഞു നിങ്ങൾക്കൊരു സീറ്റ് ഉണ്ടായി ഞങ്ങൾ താഴിട്ട് പൂട്ടിയെന്ന് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭയിൽ നമുക്ക് അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല ഉം. ബി.ജെ.പിക്ക്. ഇത്തവണ ഇവർ എത്ര താഴിട്ട് വലിയ വലിയ മണിച്ചിത്ര താഴിട്ട് പൂട്ടാൻ ശ്രമിച്ചിട്ടും 3 പേരാണ് അതൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നത്. പേടിച്ചു പോയി എന്ന് പറയാം. വേവലാതിപ്പെട്ടു പോയി. വന്നിരിക്കുന്ന 3 പേരാണെങ്കിലോ ഒന്നിനൊന്ന് മെച്ചം. ആരാണ് കേമൻ എന്ന് ഇവർക്ക് തന്നെ അറിയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർജി ആണെങ്കിൽ മന്ത്രിയായിരുന്നു, മുരളിയേട്ടനാണെങ്കിൽ മന്ത്രിയായിരുന്നു, രണ്ടുപേരും എം.പി ആയിരുന്നു. ഗോപകുമാർജി ആണെങ്കിൽ താഴെ, അതായത് പഞ്ചായത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹമാണിപ്പോൾ നമ്മുടെ പാർലമെൻ്ററി പാർട്ടി നേതാവ്. മാത്രമല്ല 3 പേരുണ്ടെങ്കിൽ നമുക്ക് എന്തിനും മത്സരിക്കാം. ഒരാൾ പ്രപ്പോസ് ചെയ്യണം, ഒരാൾ സെക്കൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആദ്യമായിട്ട് അസംബ്ലിയിലെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൂടി ബി.ജെ.പി. കേരളത്തിൽ മത്സരിച്ചു. ഇതൊക്കെ കണ്ടിട്ട് ഇവർ ആകെ ഇളകി വെപ്രാളപ്പെട്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗോപകുമാർജി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവർക്ക് ടെൻഷനാണ്. വേറൊരു കാര്യം, എന്തെങ്കിലും വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള നിലയിലല്ല ഇവിടുത്തെ കാര്യം. അവർ കൃത്യമായി പഠിച്ച് അത് ഹൃദിസ്ഥമാക്കി മനസ്സിലാക്കി അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് യോജിച്ച അവസരത്തിലാണ് അവർ ഉത്തരം പറയുന്നത്. പിണറായി സഖാവാണ് ഇപ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്നത്. ആദരയ്ക്ക് അറിയാമല്ലോ, അദ്ദേഹത്തിന് തലയ്ക്ക് വെളിവ് തന്നെ പോയിരിക്കണം. മകളുടെ പ്രശ്നം കൊണ്ടും ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും താൻ ജയിലിലേക്ക് പോകേണ്ടി വരുമോ, മകള് ജയിലിലേക്ക് പോകേണ്ടി വരുമോ എന്നുള്ള അവസരത്തിൽ ഒന്നിലേക്കും സഭയുടെ ശ്രദ്ധ കേന്ദ്രീകൃതമാവാതിരിക്കുവാൻ വേണ്ടി ഇതിലൊന്നും ഒരു ഭാഗഭാക്കല്ലാത്ത മോദിജിയെ വരെ കൊണ്ടുവരുന്നു. മോദിജിയെ കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ബി.ജെ.പിയുടെ എം.എൽ.എമാർ എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കും. രേഖപ്പെടുത്തിയില്ലെങ്കിലാണ് അതിന് പ്രശ്നം. അതിന് എത്ര തടസ്സമുണ്ടാക്കാൻ നോക്കിയിട്ടും കാര്യമില്ല. പ്രത്യേകിച്ചും ശ്രീ ഗോപകുമാർ സ്പീക്കർ ചെയറിൻ്റെ പെർമിഷൻ മേടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇവരെത്ര വേണ്ടാന്ന് വിചാരിച്ചാലും അദ്ദേഹത്തിൻ്റെ മൈക്ക് ഓണായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റും. സ്പീക്കർ ഇരിക്കൂ, താങ്കളുടെ സമയം കഴിഞ്ഞു എന്ന് പറയുന്നത് വരെ അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റും. സ്പീക്കർ ചെയ്യേണ്ടിയിരുന്നത് ബഹളമുണ്ടാക്കുന്ന ആളുകളുടെയൊക്കെ മൈക്കുകൾ ഓഫ് ചെയ്യുക എന്നുള്ള കർമ്മം അദ്ദേഹം ചെയ്തിട്ടില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ത്യ മുന്നണിയാണ്. ഇപ്പോൾ ഒരു മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് കൂടാൻ പോകുമ്പോൾ അതിന് മുൻകൈയിട്ട് നിന്ന് പ്രവർത്തിക്കുന്നത് കെ.സി. വേണുഗോപാലാണ്. കോൺഗ്രസിൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യ മുന്നണിയെ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കെ.സി. വേണുഗോപാലാണ്. ചെന്നൈയിലാണെങ്കിൽ എന്താ, രണ്ടുപേരും കൂടെ ഒരുമിച്ചല്ലേ വിജയിന് സപ്പോർട്ട് കൊടുക്കുന്നത്. സി.പി.എമ്മും കൂടെ ഒരുമിച്ചല്ലേ ആക്കുന്നത്. പിന്നെ അതിനെ പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ എന്ത് ചക്രത്തിൽ പോരാണ് സി.പി.എമ്മും സി.പി.ഐയും തമ്മിൽ. ആ ഉപനേതാവിൻ്റെ സ്ഥാനത്തിന് വേണ്ടി ബിനോയ് വിശ്വം കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നു. ഇവർ പറയുന്നു പറ്റില്ല എന്ന് പറയുന്നു സി.പി.എം. ആ പ്രശ്നങ്ങളൊക്കെ സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർത്തിട്ട് പോരെ ബാക്കിയുള്ളവരുടെ മേത്ത് മെക്കിട്ട് കയറാൻ. പിന്നെ ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ബി.ജെ.പി. 3 പേരെ ഇത്തവണ നിയമസഭയിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് 30 പേരല്ല 300 പേരുടെ ശബ്ദമാണ്. കൃത്യമായ കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ കൊച്ചിൻ കോർപ്പറേഷനിൽ കൗൺസിലറായിരുന്നു. എന്തോ പറഞ്ഞു വന്നപ്പോൾ, ഡിവിഷൻ്റെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ധാരാളം എന്താ പറയുന്നത്, ഡ്രഗ്സ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്ന് വരുന്നതാണ്. ഞാൻ വിചാരിക്കുന്നു അവർ രോഹിംഗ്യൻസ് ആണെന്ന് പറയുന്നു. എഴുന്നേറ്റ് നിന്ന് കംപ്ലീറ്റ് സി.പി.എമ്മിൻ്റെ സൈഡ്, അവരാണ് റൂൾ ചെയ്യുന്നത്. മേയർ അനിൽകുമാർ എന്ന് പറയുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമാണ് സി.പി.എമ്മിൻ്റെ. ബഹളം തുടങ്ങിയില്ലേ, ഞാൻ രോഹിംഗ്യൻ മുസ്ലിംസ് എന്ന് പറഞ്ഞു. ഐ നെവർ യൂസ് ദ വേർഡ് മുസ്ലിം, ഐ സെഡ് രോഹിംഗ്യൻസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇവർ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വേറെ ആരാണെങ്കിലും ടെൻസ്ഡായി പോയിട്ട് ഇരുന്ന് പോയേനെ. പക്ഷെ ഞാൻ പിന്നെ റീവൈൻഡ് ചെയ്ത് കാണണം, ഞാൻ എന്താ പറഞ്ഞതെന്നുള്ള ക്യാമറ റീവൈൻഡ് ചെയ്ത് എനിക്ക് കാണണം. ഞാനും ഒറ്റക്കാലിൽ നിന്നു, ബഹളം വെച്ച് ഞാനും നിന്നു. അപ്പോൾ അങ്ങനെ ഇരുത്താനൊന്നും പറ്റില്ല. ഞങ്ങൾ 5 പേര് അന്ന് ഇവിടെ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ബി.ജെ.പിയുടെ കൗൺസിലർമാരുള്ളൂ. ഭരിക്കുന്നത് സി.പി.എം ആണ്. പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ 3 പേര് അവിടെ ഇരിക്കുന്നത് കട്ടയ്ക്കിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ഇതെല്ലാത്തിൽ നിന്നും അവരുടെ ശ്രദ്ധ തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ മോൾ, എന്ത് പെറ്റിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ശിവൻകുട്ടി സഖാവ് അപ്പുപ്പൻ, അതായത് 900-ഉം 9,000-ഉം തമ്മിലുള്ള വ്യത്യാസം അറിയാത്തൊരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. ഒരു കഥയാണ് കേട്ടോ.
വലിയ പഴങ്കഥ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിരുന്നൊരു അപ്പൂപ്പനായിരുന്നു, കുട്ടികളുടെ പ്രിയങ്കരനായ അപ്പൂപ്പൻ വിദ്യാഭ്യാസ വകുപ്പ് ഭരിച്ച് കുട്ടികൾക്ക് 9,000-ഉം 900-ഉം തമ്മിലുള്ള വ്യത്യാസം അറിയാൻ പറ്റാത്ത സാഹചര്യമായി. മാത്രമല്ല കേരളത്തിലൊരു വലിയ ഒരു കാര്യമുണ്ട് കേട്ടോ, എല്ലാം 100% ജയം കാണിക്കാൻ വേണ്ടിയിട്ട് 5 മാർക്ക് കുട്ടികൾ എഴുതിയെടുത്താൽ മതി, കുട്ടികൾ പാസ്സാവുന്നേ. മാത്രമല്ല തോക്കും, അവർക്ക് 5 മാർക്ക് പോലും നേടാനായിട്ട് പഠിച്ച എല്ലാവർക്കും നേടാം, പറ്റില്ല എന്ന് തോന്നുന്ന കുട്ടികൾക്കൊക്കെ സ്ക്രൈബിനെ വെച്ച് എഴുതാം. എറണാകുളം ജില്ലയിൽ തന്നെ 6,000 കുട്ടികളോളമാണ് സ്ക്രൈബ് വെച്ച് എഴുതിയത്. ആ ഓരോ സ്ക്രൈബും ഈ കുട്ടികൾക്ക് കൂടെ ഇരിക്കാനായിട്ട് ആവശ്യമുണ്ടെന്ന് പറയാൻ വേണ്ടി സൈക്കോളജിസ്റ്റുകളോ അല്ലെങ്കിൽ അതിന് സർട്ടിഫൈ ചെയ്ത ആൾക്കാർക്ക് 1,500 രൂപ 2,000 രൂപയ്ക്ക് ഓരോ സിറ്റിങ്ങിനും കൊടുക്കണം. അതൊരു സ്കാമല്ലേ? എന്തിനാണ് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്? പിന്നെ അവരെങ്ങനെയെങ്കിലൊക്കെ 11th സ്റ്റാൻഡേർഡിൽ കയറി കഴിഞ്ഞാൽ 12ാം ക്ലാസ് അവർ പാസ്സാകുന്നില്ല. മാം ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മള് നിയമസഭയിലെ ഒരു പ്രശ്നത്തിൽ നിന്നാണ് കടന്നു ഇതിലേക്ക് എത്തിയത്. അല്ല, വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൂപ്പന്റെ കാര്യം പറഞ്ഞാണ് ഇതിലേക്ക് എത്തിയത് അല്ല, കേട്ടോ. ഞാൻ ഇതില് അപ്പൂപ്പനെ കുറിച്ച് തന്നെ ഞാൻ പറയാം. മന്ത്രി അതിന് അപ്പൂപ്പനെ പറഞ്ഞോളൂ, പറ്റി. ചോദിച്ചോളൂ, അതിന് അപ്പോ പറഞ്ഞോളൂ. ഈ ഒരു നിയമസഭയിൽ ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴാണെങ്കിലും ഈ ഒരു വാർത്ത ഒരുപാട് മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഈ രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ ഇദ്ദേഹത്തിന് ബി ഗോപകുമാറിനെ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടു. ഉം. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയാണ്, പക്ഷേ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളാണ് അവരും. അപ്പൊ അവർക്കും അവിടെ ശബ്ദിക്കാനും അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്താനും ആ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഗോപകുമാറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറയുന്നത് ഈ വാക്കൗട്ട് പ്രസംഗത്തിന് ശേഷമാണ് ഇവർക്ക് സംസാരിക്കാനുള്ള സമയമുള്ളത്. അതിനു മുൻപ് സ്പീക്കർ സമയം അനുവദിച്ചു. ശരിക്കും ഗോപകുമാറിനെതിരെക്കാട്ടിലും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെയാണ് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ പറഞ്ഞത്. താങ്കൾ എന്തിനു സമയം അനുവദിച്ചു എന്നുള്ള ചോദ്യമാണ്. കാരണം ഇല്ല, ഇത് ഒരിക്കലും അനുവദിക്കാതിരിക്കാൻ പറ്റില്ല. ദേ ആർ ഇലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളോട് സംസാരിക്കരുതെന്ന് പറയുന്നത് ഫ്യൂഡൽ കാലഘട്ടമൊന്നുമല്ല, പിണറായി ഭരിക്കുന്ന സമയമല്ല. ഇത് ജനകീയമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 3 ശബ്ദങ്ങളാണ് അവിടെയുള്ളത്. അവരോട് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കറക്കു കൊടുത്ത് വീട്ടിൽ പോയി ചോദിക്കുന്നൊന്നും പറയാനായിട്ട് സ്പീക്കറിന് പറ്റില്ല. ഈ വീട്ടിലെ അദ്ദേഹം കാര്യം പറഞ്ഞത് കൊണ്ടാണ് പ്രകോപിതനായെന്നൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം മോദിയെ പറ്റി ചോദിച്ചപ്പോൾ ഉം. ഗോപകുമാർ ഇഡിയെ പറ്റി പറയും ചോദിച്ചു. പറയും പറയാൻ പാടില്ലേ? ഓർമ്മിപ്പിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ഓർമ്മിപ്പിച്ചിരിക്കും. അവർക്ക് അൽസൈമേഴ്സ് ഉണ്ട്, ഓർമ്മക്കുറവ് രോഗമുണ്ട്. പിണറായി സഖാവിനും മറ്റ് സഖാക്കന്മാർക്കും ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് അത്രയൊന്നും ഓർമ്മക്കുറവ് എത്തിയിട്ടില്ല. ഒരിക്കലും ഓർമ്മക്കുറവ് ഉണ്ടാവില്ല. ഒരു മെമ്പറിന് ഓർമ്മക്കുറവ് വന്നാൽ അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കും, ഓർമ്മക്കുറവ് വരേണ്ട ആവശ്യമില്ല എന്ന്. ഞങ്ങളത് പറയണമല്ലോ. എന്തിനാണ് ആവശ്യമുള്ള കാര്യത്തിലും ഇല്ലാത്ത കാര്യങ്ങളിലൊക്കെ അവിടെയോ ഇരിക്കുന്ന ശ്രീ മോദിയെ വലിച്ചിടുന്നത്? ഇവിടുത്തെ കാര്യം നോക്കിയാൽ പോരെ. ഇത് കേരളത്തിലൊരു പ്രത്യേകതയാണ് ആതിര. അതായത് നമ്മൾ വടക്ക് നോക്കിയ യന്ത്രങ്ങളാണ്. ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടുത്തെ ജനങ്ങൾക്കുള്ള നന്മയൊന്നും ഇവരുടെ മനസ്സിലില്ല. ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചാൽ നമുക്കെന്താ? ഇന്നലെ ഇവിടെ എന്തൊക്കെ ആലുവയിലും എറണാകുളത്തൊക്കെ എത്രമാത്രം ക്രൂരമായ പീഡനങ്ങളാണ് നടന്നിരിക്കുന്നത്. പെൺകുട്ടികൾ, പഠിക്കുന്ന കുട്ടികൾ രാവിലെ ചായ കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കടയിൽ കയറി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നു. അതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. ഉത്തർപ്രദേശിൽ എന്ത് നടന്നു, മേഘാലയയിൽ എന്ത് നടന്നു, മണിപ്പൂരിൽ എന്ത് നടന്നാൽ നമുക്കെന്താ? ഇവിടെ ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം. ആ കാര്യങ്ങൾ നമ്മൾ ഉറക്കെ പറയുമ്പോൾ ഇവരെന്തിനാണ് അസ്വസ്ഥമാകുന്നത്? 10 കൊല്ലം കൊണ്ട് തകർന്ന് നാമാവശേഷം ഒരു എക്കോണമിയും ഒരു ജനങ്ങളുടെ സ്വൈര്യ ജീവിതവുമാണ് നമുക്ക് മുന്നിലുള്ളത്. അതൊക്കെ തിരിച്ച് നമുക്കൊരു ലെവലാക്കി എടുക്കണമെങ്കിൽ പല കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഇവർക്കത് പ്രവർത്തിക്കാൻ പേടിയാണ്. കാരണം ഇവരാണ് അത് കുളമാക്കി വെച്ചത്. 10 വർഷം കൊണ്ട് കുളമാക്കി വച്ചത് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അസ്വസ്ഥതയുണ്ടല്ലോ, ആ അസ്വസ്ഥതയാണ് ഇവർക്കുള്ളത്. കാരണം നമ്മളുടെ മടിയിൽ കനമില്ല, BJPയുടെ മടിയിൽ കനമില്ല. കേരളം BJP ഭരിച്ചിട്ടില്ല. പിന്നെ ഇപ്പം മുരളിയേട്ടയെക്കുറിച്ച് നമ്മുടെ അപ്പൂപ്പൻ പറയുന്നുണ്ട്, കുട്ടികൾക്ക് തൂകിക്കൊടുത്തു മുട്ടായി എന്ന്. എന്താന്ന് നമ്മളൊക്കെ കണ്ടു. ഒരു കുഞ്ഞ് ചെറിയ ഹോളാണ് കവറിലുണ്ടാക്കിയേക്കുന്നത്, കൈവച്ച് നോക്കുമ്പോൾ എടുക്കാൻ പറ്റുന്നില്ല. അപ്പം അദ്ദേഹം അത് മുഴുവൻ ചൊരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ടുകൊടുക്കുകയും ചൊരിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന തമ്മിൽ ഇതുണ്ട്. ആ മേശയിലിരിക്കുന്ന കുട്ടികളൊക്കെ അല്ലെങ്കിൽ ഒരു മുട്ടായി കിട്ടുന്ന സമയത്ത് എത്രയോ മുട്ടായി അവർക്ക് കിട്ടി. ഇങ്ങനെയൊക്കെ പെറ്റിയായിട്ട് പെരുമാറാനായിട്ട് ഈ അപ്പൂപ്പനെ പറ്റുള്ളൂ, ശിവൻകുട്ടി അപ്പൂപ്പന്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ശിവൻകുട്ടി സഖാവൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ കണ്ടിരുന്നു. അതുപോലെ തന്നെ എ റഹീം, രാജ്യസഭാ അംഗം കൂടെ ആയിരുന്ന ഡബിൾ എ റഹീം എന്നാണ് അങ്ങനെ റഹീം, പറയുന്നത്. അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് ശരിക്കും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു നീണ്ട പോസ്റ്റ് ഈ ഒരു ചിത്രത്തോടൊപ്പം ഇദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതില് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എഴുതി പഠിക്കട്ടെ. കൃത്യമായി
കൃത്യമായി ഇനി വർഗീയത ഇനി പറഞ്ഞിട്ടുണ്ട്. എഴുതി പഠിക്കട്ടെ, എഴുതാനും വായിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നവർ കാണിക്കട്ടെ. ഇപ്പോൾ ഒരു ജോലി ഇല്ലല്ലോ, എന്ത് വർഗീയതയാണുള്ളത്? കുഞ്ഞുങ്ങൾക്ക് കുറേ അധികം മുട്ടായി കൊടുക്കുന്നതിൽ എന്താണ് വർഗീയത? ഒന്ന് ഇരിക്കട്ടെ, ഇരുന്നിട്ട് പോരെ കാലും നീട്ടാനായിട്ട്. നമ്മൾ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ശിവൻകുട്ടി അപ്പൂപ്പനൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മൾ നേമത്ത് ശ്രീ രാജീവ്ജി അദ്ദേഹത്തെ 7 നിലയിൽ പൊട്ടിച്ചു, അമിട്ട് പൊട്ടി വീഴുന്ന പോലെ പൊട്ടിച്ചു. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ കിട്ടിയ ആളുടെ മേത്ത് തീർത്തു. ഇനി കട്ടവന് കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ അടിക്കാന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കൊച്ചു ചാൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഉന്നം ഈ വെച്ചത് രാജീവ്ജിക്കാണെങ്കിൽ കിട്ടിയത് കറക്റ്റ്. മുരളീജിയാണെന്നുള്ള. 137 പേരും കണ്ണും തുറന്ന് ലെൻസും വെച്ചിങ്ങനെ നോക്കി, ഭൂതക്കണ്ണാടിയും വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുന്നുണ്ടോ, അത് അവോയ്ഡ് ചെയ്ത് വളരെ സൂക്ഷ്മമായിട്ടാണ് BJPയുടെ MLA മാർ മുന്നോട്ട് പോകുന്നത്. മുരളിയേട്ടനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനെ വളരെ അടുത്ത് പരിചയപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിനോട് പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് ഞാൻ. എന്തുമാത്രം പ്രശ്നങ്ങൾക്കാണ് കോവിഡിൻ്റെ സമയത്തും യുദ്ധങ്ങളുണ്ടാകുന്ന സമയത്തൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഇപ്പോഴും ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന കുട്ടികളും പേരൻസൊക്കെ എറണാകുളത്തുള്ളവർ എന്നെ കാണുമ്പോൾ മുരളിയേട്ടനോടൊന്ന് പറയണേ, അദ്ദേഹം കാരണമാണ് മക്കൾ ഇവിടെ എത്തിയെന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു മനസ്സിൻ്റെ ഒരു ഉടമയായ മുരളിയേട്ടന് ഒരിക്കലും ഇവർ പറയുന്ന അർത്ഥത്തിൽ ആ കുട്ടികളോട് പെരുമാറാൻ പറ്റില്ല. അദ്ദേഹം നല്ല മനസ്സോട് ചൊരിഞ്ഞിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ആവശ്യത്തിനെടുത്തോ, അവരുടെ ഹൃദയം നിറയുന്നവരെ, വയറ് നിറയുന്നവരെ എടുത്തോളൂ എന്ന് പറഞ്ഞ് ഒന്നിന് പകരം 10 മുട്ടായി കൊടുത്തതിലുള്ള അസ്വസ്ഥതയാണ്. ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, ഞാൻ ഒന്നല്ലേ കൊടുത്തുള്ളൂ എന്ന് ശിവൻകുട്ടിക്ക് തോന്നിയ ഒരു വിഷമമാണ് ഈ വാക്കുകളിൽ കൂടെ പുറത്തു വന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആദ്യം ചോദിച്ചതുപോലെ തുടങ്ങിയിട്ടേ ഉള്ളൂ. കളിക്കളത്തിലേക്ക് നമ്മൾ വാമപ്പ് ചെയ്ത് കയറിയിട്ടേ ഉള്ളൂ. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഇതൊന്നും അവസാനിക്കില്ല. കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കും. കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല എങ്കിൽ ഉത്തരം കിട്ടും വരെ അത് ചോദിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ വാമപ്പ് ചെയ്ത് കയറിയിരിക്കുന്ന 3 പടനായകന്മാർ BJPക്കുണ്ട്. അവർ 3 പേരെ പിടിച്ചു കെട്ടുവാൻ, പൂട്ടിയിടുവാനായിട്ട് 137 പേര് വിചാരിച്ചാൽ നടക്കുകയില്ല. യുദ്ധത്തിൽ അന്തിമമായ വിജയം BJPയുടെ MLA മാർക്ക് തന്നെയായിരിക്കും. ഇവർ ഷൗട്ട് ചെയ്യട്ടെ എന്നേ. നമുക്കിപ്പോൾ കുറേ നാൾ ഇവർ ഭരണപക്ഷത്തിരുന്ന് വന്നതല്ലേ. അപ്പോൾ ഇനി വാക്കൗട്ടൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാണ് വന്നത്. അതൊക്കെ ഒന്ന് VD സതീശൻ്റെ നേതൃത്വത്തിൽ മിനിറ്റിന് വാക്കൗട്ടായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ എപ്പോഴും വാക്കൗട്ടായിരുന്നു. ഒരു സഭയിൽ അവർ മുഴുവനായിട്ട് ഇരുന്നില്ല. ഇവർ തുടക്കം മുതലേ തുടങ്ങിയിരിക്കുന്നു. അത് മറയ്ക്കുവാൻ വേണ്ടിയാണ്. ഇതൊക്കെ കാണുവാൻ അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങൾക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ BJP MLA മാർ അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറയും, നടത്തുകയും ചെയ്യും. തീർച്ചയായും കാഴ്ചക്കാരല്ല, ചോദ്യം ചോദിക്കാനും അവരുടെ ചോദ്യങ്ങൾക്കും പ്രസക്തി ഉള്ളതാണ്. അങ്ങനെ നിയമസഭ എന്ന് പറയുന്നത് ഒരു അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമായിട്ടുള്ളതല്ലല്ലോ. ഇനിയും ഭാവിയിലുള്ള നിയമസഭകൾ നമുക്ക് ഇതേപോലെ കാണേണ്ടിയിരിക്കുന്നു. പ്രസ്തുതമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാൻ BJPയുടെ ശക്തമായിട്ടുള്ള 3 പേരും അവിടെ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും.